മനസ്സിലാവുമല്ലോ. മൃദു, നീ ഒന്നും മിണ്ടാതിരിക്കും മൃദു. അവളെ ഒന്ന് പറയാൻ അനുവദിക്ക്. എന്ത് ചിന്നുമോളെ, എന്ത് സംഭവിച്ചത്? അത് പിന്നെ ആന്റി, ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പിന്നെ അവൾക്ക് പറയാനെന്താ ഇത്ര താമസം? അമ്മേ, അത് പിന്നെ ഞാനല്ല, അതാ അവളാ. എന്ത്, തവളയോ? അല്ല അമ്മ, ആ ചക്കിയാ. ചക്കി കൊണ്ടുപോണ ഞാൻ കണ്ടതാ. അതെ അതെ, ചക്കി എടുത്തു കൊണ്ടുപോണത് ഞങ്ങൾ കണ്ടതാ. മമ്മി, ഇല്ല മമ്മി, അവര് കള്ളം പറയാ. എടുത്തെങ്കിൽ എടുത്തെന്ന് പറയും മോളെ. അതിനിപ്പോ എന്താ പ്രശ്നം? അതൊന്നും ഇപ്പൊ ഇത്ര വലിയ വിഷയമുള്ള കാര്യമല്ലല്ലോ. എടി രമി, എന്താടി ഇത്? എന്റെ കൊച്ചിനെ കളിയാക്കുന്നോ? കട്ടവന് കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുന്നോ? അയ്യോ മൃദു, അയ്യോ മൃദു, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവര് പിള്ളേരല്ലേ. വേണ്ട ചേച്ചി, ഒന്നും പറയണ്ട. എന്റെ മോളെ കളിയാക്കാൻ നോക്കുന്നോ? ഇപ്പൊ അവര് തമ്മിൽ വഴക്കായില്ലേ? നീയല്ലേ ഇതിനൊക്കെ കാരണം ചിന്നു? ഞാൻ ഇങ്ങനെയൊന്നും കരുതിയില്ല പ്രിയേച്ചി. പിന്നെ പിന്നെ നീ എന്താ കരുതിയത്? ഞാൻ അപ്പഴേ നിന്നോട് പറഞ്ഞതല്ലേ വേണ്ട വേണ്ടാന്ന്. ഒന്ന് പതുക്കെ പറ പ്രിയേച്ചി, അവര് കേൾക്കും. ഇപ്പൊ ഞാൻ അധികം ഒന്നും പറയുന്നില്ല. പറയണ്ട, വീട്ടിൽ പോയിട്ട് പറഞ്ഞാ മതി ബാക്കി. നീ ചുമ്മാ എന്റെ മകളെ കുറ്റപ്പെടുത്താൻ വന്നതല്ലേ? നല്ലോണം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മമ്മി. സാരമില്ല, ഇനിയിപ്പോ അടുത്ത കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അത് കിട്ടുമല്ലോ. സാരമില്ലെന്ന്. ഇനിയിപ്പോ ഇതിന്റെ പേരിലൊരു പ്രശ്നം വേണ്ട. എന്റെ മകൾ എടുത്തതിന് തെളിവുണ്ടോടി? തെളിവ് ഇവിടെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അങ്ങനെ ഒരാളെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ടാകാമെന്നാണോ? തെളിവുണ്ട്. ചിന്നു, നീ മിണ്ടാതിരുന്നോ? ഒന്നും തെളിവില്ലെന്ന് പറഞ്ഞേക്ക്. ഇല്ല, ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. എന്ത് തെളിവാ നിങ്ങളുടെ കയ്യില്? എന്നാ കാണിക്കടി, കാണിക്ക്, തെളിവ് കാണിക്ക്. അതെ അതെ, അങ്ങനെ കാണിക്കാൻ പറ മമ്മി. എന്റെ മകളെ ഞാൻ അങ്ങനെയല്ല വളർത്തിയിട്ടുള്ളത്, മനസ്സിലായോ? അത് പിന്നെ ഞങ്ങൾ കണ്ട കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് തെളിവാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരി, ഞങ്ങൾ കാണിച്ചു തരാം. അതെ അതെ, വേഗം വരി. ഞങ്ങൾ കണ്ടതാ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത്. നടക്കും മമ്മി, നമുക്കിത് തെളിയിപ്പിക്കണം. അവർ കാണിച്ചു തരട്ടെ തെളിവ്. അതെ അതെ, തെളിവ് കാണിച്ചതാ, ഞങ്ങൾക്കത് കണ്ടേ പറ്റുള്ളൂ. വേണ്ടെന്ന്. ഇനിയിപ്പോ എന്താ, അതിന്റെ ഒന്നും ആവശ്യമില്ല. വേറെ കേക്ക് വരുമല്ലോ, അതൊന്നും സാരമില്ലെന്ന്. എന്നാലേ എനിക്ക് സാരമുണ്ട്. ഇതങ്ങനെ വിടാനെന്നേ ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത് തെളിയിപ്പിക്കുക തന്നെ വേണം. അതെ മമ്മി, വെട്ടിക്കൊടുക്കരുത്. ഇതിപ്പോ വലിയ പ്രശ്നമാവുന്ന തോന്നുന്നു കേട്ടോ ചിന്നു. ഓളങ്ങോട്ട് വരട്ടെ പ്രിയേച്ചി, ഓൾക്ക് തെളിവ് കാണിച്ചു കൊടുത്താ പോരെ. ഓളങ്ങനെ ഞങ്ങൾക്ക് എത്ര പണി തന്നിട്ടുണ്ട്. ഈ ഒരു ചെറിയ പണിയല്ലേ ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ളൂ. നീയും മോശമൊന്നല്ലല്ലോ അവർക്ക് പണി കൊടുക്കാന്. പ്രിയേച്ചി അവരുടെ ചേച്ചിയാ, ഇന്റെ ചേച്ചിയാ. ഇപ്പൊ നോക്കിയാൽ അവര് ചെയ്തേ പറയുള്ളൂ. വേഗം വന്ന് നോക്കി, ചക്കിയുടെ റൂമിൽ എന്താ നോക്ക്. ഞങ്ങൾ കള്ളം പറയണ അല്ലാന്നേ അപ്പൊ മനസ്സിലാവും. കണ്ടോ, അതാണ്ടോ, അതാ അവിടെ ഇരിക്കണോ. അതെ അതെ, ചക്കി പെട്ടി കൊണ്ടുവന്നിട്ടേ ഞങ്ങളെ പിന്നാലെ വന്ന് നോക്കിയതാണ്. അപ്പൊ ഓള് റൂമിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങൾ കണ്ടതാണ്. ഇപ്പൊ വിശ്വാസമില്ല ഞാൻ പറഞ്ഞത്? എന്നാലും ഇതിനെന്താ ചതിയുണ്ട്? കുഞ്ഞപ്പൂ എവിടെ? മമ്മി, ഇതിലെന്താ ചതിയുണ്ട് മമ്മി? മോളെ, ഇനിയിപ്പോ നീ എങ്ങാനും. ഇല്ല മമ്മി, എനിക്കറിയില്ല മമ്മി, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആ പെട്ടി എങ്ങനെ അവിടെ വന്നു? മമ്മി, ഇത് അവര് എനിക്ക് തന്ന പണിയാവും. അതിപ്പോ തെളിയിപ്പിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. എന്നാലും കുഞ്ഞപ്പൂ അതെവിടെ പോയി? നടക്കും മോളെ, അതിൽ കേക്ക് ഉണ്ടോ നോക്കാം നമുക്ക്. ചിന്നു, അതാ ഓല് നോക്കാൻ വരുന്നു. വാ മമ്മി, അതിൽ കേക്കൊന്നും ഉണ്ടാവില്ല. അവരെ എന്നെ പറ്റിക്കാൻ വേണ്ടി വെറുതെ കൂട് കൊടുന്ന് വെച്ചതായിരിക്കും. നടക്കും മോളെ, നോക്കാം നമുക്ക്. മമ്മി, ഒന്ന് വന്ന് നോക്ക് മമ്മി. ചിന്നു, അതെവിടെ പോയത്? അതിനിപ്പോ ഞാനും ആലോചിച്ച് നോക്കണം കുഞ്ഞപ്പൂ. മമ്മി, ഒന്നിങ്ങോട്ട് വന്ന് നോക്ക് മമ്മി. എന്ത് മോളെ? മമ്മി, ആ പെട്ടിയുടെ ഉള്ളിലേക്ക് നോക്ക് മമ്മി. അത് ശരി, ഈ പെട്ടിയാണോ നിങ്ങള് എന്റെ മോള് കേക്ക് കേട്ടെടുത്തെന്ന് പറഞ്ഞത്? അല്ല, അതില് കേക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് എവിടെ കേക്ക്? എന്നാ നിങ്ങൾ നിന്ന് കാണും. നോക്ക്, ഇപ്പൊ എല്ലാവരുടെയും സംശയം തന്നില്ലേ എന്റെ മോളല്ലാതെ ചെയ്തതെന്ന്. ശരിയാണ്ടി, ഞാനിങ്ങനെ ചെയ്യുന്നു ആന്റിക്ക് തോന്നണുണ്ടോ? ഇപ്പൊ മനസ്സിലായില്ലേ ചിന്നുവിന്റെ കള്ളത്തരങ്ങൾ? അതിപ്പോ സാരമില്ല ഏട്ടത്തി, കേക്ക് വേറെ വരുമല്ലോ. പിന്നെന്തിനാ വെറുതെ ഇതൊരു പ്രശ്നമാക്കണേ? അങ്ങനെ അങ്ങ് വിട്ടാലോ, എനിക്ക് പ്രശ്നമുണ്ടെന്ന്. എന്ന് നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ വേണോ ചേച്ചി? വേണല്ലോ, എന്റെ മകളെയല്ലേ അവർ കുറ്റക്കാരിയാക്കിയത്. ഇതിനുള്ള തിരിച്ചറി അവർക്ക് കൊടുക്കാതെ ഞാൻ അടങ്ങുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എടി, നീ ഇനി എന്ത് തന്നെയാണ് അവിടെ? സൂചിയാണോ ഇതിങ്ങനെ തെരഞ്ഞു നോക്കാനായിട്ട്? മമ്മി, അവളെ എന്നെ കൊടുക്കാൻ വല്ല തന്ത്രം ഉണ്ടോ നോക്കിയ കാരം.
ഈ രണ്ടെണ്ണം കൂടി ആ കട്ടിൽ കയറി ചളിയാക്കാതെ ഇങ്ങോട്ട് താഴേക്കിറങ്ങടാ. എത്ര തവണ പറയണം നിങ്ങളോട്? ഇപ്പൊ തോറ്റ് തൊപ്പിയിട്ടില്ലേ? ഈ ചക്കിയോട് കഴിച്ചാലേ ഇങ്ങനെ ഉണ്ടാവും. ഞങ്ങൾ കേക്ക് കണ്ടതാ. ആ കണ്ടെങ്കിലേ നിങ്ങളെടുത്ത് കഴിച്ചും കാണും. മതി ചേച്ചി, ഇനി അവര് പറഞ്ഞത്. നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അവര് വന്നിരിക്കുന്നു പണിയുമായിട്ട്. വാ മമ്മി, നമുക്ക് മീനിന്റെ ഡ്രസ്സൊക്കെ മാറിക്കണ്ടേ? ഇവരിവിടെ കേക്കും തന്നെ നടക്കട്ടെ. അതെ അതെ, വാ മോളൂ. മക്കളെ സാരമില്ല, ഇനി ഇങ്ങോട്ട് വരൂ. എന്നാലും ആ കേക്ക് എവിടെ പോയേ? അതപ്പോ ഞാനും ആലോചിക്കണത്. ഇനിയിപ്പോ എനിക്കൊരു സംശയം. എന്ത് ചിന്നസേ, ഇനിയിപ്പോ ആ മീനും ചക്കയും കൂടി അതെവിടേക്കും മാറ്റി വെച്ചു കാണോ? ഇല്ല, ചിലപ്പോഴേ അത് മുഴുവൻ അവർ കഴിച്ചിട്ടുണ്ടാവും. എന്നാലും ഒരു കേക്ക് മുഴുവനും കഴിക്കോ? ആ ഇക്രൂനെ കൂടെ കൂട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോ അമ്മയോട് എന്ത് പറയും? സാരല്ല ചിന്നസേ. അതെ അതെ, നമ്മളെല്ലാം കൃത്യമായിട്ട് ചെയ്തതല്ലേ. എന്നാലും നമുക്ക് എവിടെയാ തെറ്റിയത്? അതൊന്ന് കണ്ടുപിടിക്കണം. വാ കുഞ്ഞാപ്പൂ. ഇനിയിപ്പോ അത് എവിടെ കണ്ടുപിടിച്ചാലോ ചിന്നു? എന്തെങ്കിലും ഒരു തുമ്പെങ്കിലും കിട്ടുമോ നോക്കാം. നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് നമുക്ക് ആയിരിക്കും അടി കിട്ടുക. നമുക്ക് ഇനി ബാക്കിയുള്ളത് ചിന്നൂനും കുഞ്ഞാപ്പൂനും തക്കടുവാക്ക് കൊടുത്തു വെക്കാം. കുറച്ചും കൂടി തിന്നാ നമുക്ക്. ഇനി മതി, ഒരു പാവല്ലേ. ഇന്നാളേ ഓല് വന്നിട്ട് ഇത് തിന്നോട്ടെ. അല്ല കുഞ്ഞിപ്പാത്തോ, ഇനിയിപ്പോ ചിന്നു നമ്മളെ ചീത്ത പറയോ? ഏയ്, ഇത് ഓൾക്കൊരു കൊടുത്താ മതി. അപ്പൊ പിന്നെ ഓൾക്ക് കുഴപ്പമുണ്ടാവൂല. ചിന്നു ഇവിടെ വന്നോക്ക്. എന്ത് കുഞ്ഞാപ്പോ, നിങ്ങൾക്കും കേക്ക് എടുത്ത് വെച്ചിക്കണോ? ഞങ്ങൾ ഒറ്റക്കൊന്നും തന്നിട്ടില്ല. ചിന്നു വേഗം വന്നോക്ക്. അപ്പൊ നിങ്ങക്ക് ഞാൻ എടുത്ത് വെച്ചിക്കണേ. പിന്നെ എന്തിനിങ്ങനെ കടന്നിട്ട് അലർന്നത്? ആ ചക്കിക്ക് ഇപ്പൊ കേട്ടിട്ട് വരും. ഓൾക്കൊന്നും കൊടുക്കാനുള്ള കേക്ക് ഇതിലില്ല. എന്തിനാ എല്ലാരും ഇങ്ങനെ നോക്കണത്? എന്തിനാ മൂന്നാൾക്കും ഇങ്ങനെ ദേഷ്യം വരുന്നത്? ഞങ്ങളത് എടുത്ത് വെച്ചിക്കണോ? ഇത് തിന്നോ? ഞങ്ങൾ കുറച്ച് തിന്നിട്ടുള്ളൂ. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദബുദ്ധിനെ അങ്ങനെ വിളിക്കായിരുന്നു. ഞങ്ങൾ നാണം കെടുത്തിയപ്പോ സമാധാനമില്ലേ മൂന്നാൾക്കും? നാണം കെടുത്തേ, അതിനിപ്പോ ഞങ്ങൾ എന്താ ചെയ്തേ? ഞങ്ങൾ എന്താ ചെയ്തു ചിന്നു? ഇന്ന് ചിന്നു ഈ കേക്ക് തിന്നിട്ട് വർത്താനം പറയും. നമുക്ക് ചിന്നുവിന് നല്ലോണം വിശന്നിക്കണോ? എന്താ ചിന്നു കാര്യം പറയേ? കാര്യം ഞാൻ പറയാ. ഞങ്ങളേ ഓലിക്കേരിയില് നാണം കെട്ടില്ലേ? എന്തിന്? ഞങ്ങൾ അവിടെ നാണം കെട്ടി നിൽക്കുമ്പോ നിങ്ങൾ ഇവിടെ നന്നായിട്ട് കഴിച്ചോണ്ടിരിക്കേ. എന്തിനാ നാണം കെട്ട്? എടി പൊട്ടത്തിയേ, എന്തിനാ നാണം കെട്ടതേ? ഞാൻ പറഞ്ഞു തരാം. എന്താണെങ്കിലും കാര്യം പറയേ, എന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ചിന്നു ആദ്യം നിങ്ങൾ കേക്ക് തന്നി, എന്നിട്ട് വർത്താനം പറയാം നമുക്ക്. ഞങ്ങളേ ഇങ്ങക്കാണ്ട് എടുത്തുവെച്ചതാ. നല്ല രുചിയുണ്ടത്. ഇതാ മിന്നു, ഇത് പൊട്ടത്തരം പറഞ്ഞിട്ടോ. നമ്മൾ എന്തിനാണ് കേക്ക് കൊണ്ടുവച്ചത്? ചക്കിന് കുറ്റക്കാരി വെക്കാന്. എന്നിട്ട് കേക്ക് എവിടെ? ഞങ്ങൾ തിന്നു. പിന്നെ എങ്ങനെ ചക്കി കുറ്റക്കാരിയാവാ? അത് എന്നാലും അവിടെ കവർ ഇട്ടിട്ടുണ്ടല്ലോ ഞങ്ങൾ ഇതിന്റെ കൂടെ. വലിയ കാര്യായി. ഞങ്ങൾ എല്ലാവരെയും കൂട്ടി പോയിട്ട് അവിടെ പോയപ്പോ ഞങ്ങൾ അത് നാണം കിട്ടു. നല്ല രുചിയുള്ള കേക്കാണിത്. ഇതാ റൂമിൽ വെച്ച ആ ചക്കിയുടെ മമ്മി ഒക്കെ തിന്നൂലേ? ഓ അതാണ് അപ്പൊ വിഷയം. ഓ ഈ മന്ദബുദ്ധികളെ ഒപ്പം കൂട്ടിയ നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ. ഈ കേക്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ചക്കി കുറ്റവാളിയായിരുന്നില്ലേ? ഇതിപ്പോ ഞങ്ങൾ അവിടെ നിന്ന് വശലായി. ആ ആന്റി ഞങ്ങൾ ഇനി പറയാത്തതൊന്നുമില്ല. സോറി ചിന്നു. ആ ചക്കിയുടെ മമ്മി ഞങ്ങൾ അവിടെ ഇട്ട് കളിയാക്കി. ഞങ്ങൾ ഇങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ചില്ല. ഞങ്ങൾ ചക്കിക്ക് നല്ലൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചോളൂ. ഇത് ഇനി ചക്കിക്ക് പണിയായ നമുക്ക് തന്നെയല്ലേ? നമ്മളെന്നല്ലേ കാണിച്ചു കൊടുത്തത്? എന്നാലും അത് ചക്കി തിന്നതാന്ന് വിചാരിച്ചൂടെ അവർക്ക്? ഒന്ന് മാത്രം ഞാൻ പറയാം, നിങ്ങൾ ഈ പദ്ധതി കോളാക്കി. പൊടിമോളെ മിന്നു, ഇതിപ്പോ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ലല്ലോ നമ്മള്. ആ കുഞ്ഞിപ്പാട്ട് പറഞ്ഞിട്ടാ നമ്മൾ ഈ കേക്ക് എടുത്തത്. അതെ അതെ, ഓൾക്കായി ആ കേക്ക് കഴിച്ചേ പറ്റുള്ളൂ. സോറി ചിന്നു, ഇനി എന്ത് ചെയ്യാ? ഇനിയിപ്പോ ഈ കേക്ക് നിങ്ങൾ കഴിച്ചോളീം. ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങൾ തന്നെ തിന്നോളീം. അതെ ഞങ്ങൾക്ക്